PS-ൻ്റെ ക്യാബിനറ്റിൽ ഞാനുണ്ടെന്ന് പുള്ളി പത്രസമ്മേളനത്തിൽ പത്രക്കാട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? അന്ന് ജോസഫ് മാണി ഉൾപ്പെടെ ഉള്ളവർ ഒറ്റക്കെട്ടായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൽ എന്നെ മന്ത്രിയാക്കാൻ PS-ൻ്റെ ഗവൺമെൻറ്റിൽ PS സ്ട്രോങ് ആൻഡ് സ്റ്റാൻഡ് എടുത്തതാണ്. അപ്പോൾ പിണറായി വിജയൻ ഞാനോട്ട് അടിയായിട്ട് പിന്നെ ആ ഗവൺമെൻറ്റിൽ വന്ന PS മുഖ്യമന്ത്രി പിന്നെ എത്ര നാൾ പോകും? ഞാൻ PS എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആൾ PS അച്യുതാനന്ദനാണ്. ഞാൻ അങ്ങനെ മതികെട്ടാനും കൊണ്ടുപോയതാരാ? ഞാൻ വിളിച്ചാൽ കൊണ്ടുപോയത് അദ്ദേഹത്തെ. മൂന്നാർ കൊണ്ടുപോയതാരാ? ഞാനില്ലേ. പീരിമേട് പാവങ്ങൾ 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തപ്പം അവിടെ കൊണ്ടുപോയതും അവിടെ മുഴുവൻ അരി വിതരണം നടത്തിയൊക്കെ ഞാൻ തന്നെ PS-നെ കൊണ്ടുപോയി. PS ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇന്നും വാഗമൺ ഇതുപോലെ ടൗണായത് ഇങ്ങനെ വാഗമണ്ണിലേക്കുള്ള വഴി മണർകാടൻ്റെ എസ്റ്റേറ്റിനകത്തോട് വഴിയില്ല, അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ അച്യുതാനന്ദ കലയെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞ് ചില വഴിയുണ്ടായി. ഇപ്പോൾ ടാറിട്ട് ഒന്നാന്തരം വഴിയായി. ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രൂപം സഖാവ് PS അച്യുതാനന്ദനാണ്.